മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, എൻ്റെ കൂടെ ആയിരിക്കുവാൻ വിശുദ്ധ കുർബാനയായി തീർന്ന ഈശോയുടെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് എന്ന് നമുക്കോർക്കാം. ഇതുവരെ എൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ച ഈശോയുടെ മുന്നിൽ അല്പസമയം ശാന്തതയോടെ ഈ ആരാധനയുടെ സമയം ചെലവഴിക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. പരിശുദ്ധ അമ്മ ഈശോയുടെ ഈ ഭൗതിക ജീവിതത്തിൽ എപ്പോഴും ജനനം മുതൽ മരണം വരെ, അതും കഴിഞ്ഞ് ഉത്ഥാനവും ബന്ധക്കുസ്ത അനുഭവത്തിലുമൊക്കെ പങ്കാളിയായതുപോലെ പരിശുദ്ധ അമ്മ സ്ലിഹന്മാരെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ അവരെ ഒരുക്കിയതുപോലെ ഇന്ന് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സ്ലിഹന്മാരെ നയിച്ചതുപോലെ, ഒരുമിച്ച് കൂട്ടിയതുപോലെ ഒരമ്മയുടെ, സ്വന്തം അമ്മയുടെ ആ ഒരു വാത്സല്യത്തോടെ നമ്മളെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ഈശോയുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആത്മീയമായ ഉണർവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല ചൊല്ലി നമുക്ക് ഈ ആരാധനയുടെ സമയം നമുക്ക് ഏറ്റവും ഭംഗിയായി പരിശുദ്ധ അമ്മയോടുകൂടെ ഈശോയെ ആരാധിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.
inside of me. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരനായും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിൽ ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, പരിശുദ്ധ കന്യകാ മറിയവും ദൈവപുത്രനെ ഗർഭം ധരിച്ച് പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യകാ മറിയത്തെ അറിയിച്ചതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ക്രിസ്തുമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതേപോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദേവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് തന്റെ ഇളയമ്മയായ ഏലീശ ഗർഭിണിയായ വാർത്ത കേട്ടപ്പോൾ അവരെ സന്ദർശിച്ച് 3 മാസം അവൾക്ക് ശുശ്രൂഷ ചെയ്തതിനെ നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യപോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് ഉപദേശിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് തന്റെ ദിവ്യകുമാരനെ ബേത്ലഹേം നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തിയതിനെ നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യപോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് ഉപദേശിക്കണമേ. നാലാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് ഉണ്ണീശോയെ 40-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് ശിമയോന്റെ കരങ്ങളാൽ ദൈവത്തിന് സമർപ്പിച്ചതിനെ നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കുന്നു. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യപോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കണമേ. അഞ്ചാം ദൈവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തന്റെ തിരുക്കുമാരനെ 12 വയസ്സിൽ കാണാതായിട്ട് 3-ാം ദിവസം ദേവാലയത്തിൽ കണ്ടെത്തിയതിനെ നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, O Archangel Michael, Gabriel and Raphael, the messengers of the Lord, Saint Peter, Saint Paul, Saint John, our Father, we are sinners, yet we pray to you to offer this prayer to Holy Mary, Mother of God, together with your hymns. Lord have mercy. Lord have mercy. Christ have mercy. Christ have mercy. Lord have mercy. Lord have mercy. Christ hear us. Christ graciously hear us. God the Father of heaven, Have mercy on us. God the Son, Redeemer of the world, Have mercy on us. God the Holy Spirit, Have mercy on us. Holy Trinity one God, Have mercy on us. Holy Mary, Pray for us. Holy Mother of God, Pray for us. Holy Virgin of Virgins, Pray for us. Mother of Christ, Pray for us. Mother of Divine Grace, Pray for us. Mother most pure, Pray for us. Mother most chaste, Pray for us. Mother inviolate, Pray for us. Mother most undefiled, Pray for us. Mother most amiable, Pray for us. Mother most admirable, Pray for us. Mother of good counsel, Pray for us. Mother of our Creator, Pray for Mother us. of our Savior, Pray for us. Mother of the Church, Pray for us. Virgin most prudent, Pray for us. Virgin most venerable, Pray for us. Virgin most renowned, Pray for us. Virgin most powerful, Pray for us. Virgin most merciful, Pray for us. Virgin most faithful, Pray for us. Mare of justice, Pray for us. Seat of wisdom, Pray for Cause us. of our joy, pray for us. spiritual vessel, Pray for us. vessel of honor, Pray for us. singular devotion, Pray for us. mystical rose, Pray for us. Tower of David, Pray for us. Tower of ivory, Pray for us. house of gold, Pray for us. ark of the covenant, Pray for us. gate of heaven, Pray for us. morning stars, Pray for us. health of the sick, Pray for us. refuge of the sinners, Pray for us. comfort of the afflicted, Pray for us. help of Christians, Pray for us. queen of angels, Pray for us. queen of patriarchs, Pray for queen us. of prophets, Pray for us. queen of apostles, Pray for us. queen of martyrs, Pray for us. queen of confessors, Pray for us. queen of virgins, Pray for us. queen of all saints, Pray for us. queen conceived without original sins, Pray for us. queen assumed into heaven, Pray for us. queen of the most holy rosary, Pray for us. queen of peace, Pray for queen us. beauty of Carmel, Pray for us. queen of family, Pray for us. Lamb of God, who takes away the sin in the world, Spare us, O Lord. Lamb of God, who takes away the sin in the world, Graciously hear us, O Lord. Lamb of God, who takes away the sin in the world, Have mercy on us. Let us pray. Grant, we beseech you, O Lord God, that we, your servants, may enjoy lasting health of mind and body, and by the intercession of the Blessed Virgin Mary, be delivered from the present sorrow and enter into the joy of eternal happiness. Through Christ our Lord. Amen. Pray for us, O Holy Mother of God, that we may be worthy worthy of the promises of Christ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നരുളണമേ. ആമേൻ. പരിശുദ്ധരാഞ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു.
കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കം ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താലെ അങ്ങേ ദിവ്യപുത്രനെ യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി അങ്ങ് നിയോഗിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ സ്മരിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ അവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളെല്ലാം ഞങ്ങളുടെ കർത്താവ് മിശിഹായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്നെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ മറിയമേ, ദയയുടെ മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, നിന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. നമ്മൾ ചൊല്ലിയ ജപമാല പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ചുകൊണ്ട്, അമ്മയുടെ ആ യോഗ്യതയോടുകൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. തിരുക്കുടുംബത്തിൻ്റെ നാഥയായ പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിൻ്റെയും അമ്മയാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഈ ആരാധനയിൽ വീട്ടിലിരുന്ന് പങ്കെടുക്കുമ്പോഴും നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ ഏറ്റവും വിശുദ്ധിയോടുകൂടെ ആയിരിക്കുവാൻ അമ്മ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മൾ ചൊല്ലിയ ജപമാല നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ഈശോയുടെ സന്നിധിയിൽ നമ്മളായിരുന്നു കൊണ്ട് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. ഈശോ നൽകുന്ന സന്തോഷം എന്നും നിലനിൽക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ടായി. ഈശോയോടൊത്ത് വസിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷമെന്നുള്ള ബോധ്യവും എനിക്ക് ലഭിച്ചു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥവും കൂടി നമുക്ക് ധ്യാനിക്കാം. എൻ്റെ മുന്നിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ തിരുവചനങ്ങളിലൂടെയാണ് എന്നോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഈശോയോട് നമുക്ക് യാചിക്കാം, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. അപ്പോൾ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരും എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെപ്പോഴും തിരുവചനമനുസരിച്ച് ജീവിക്കുവാനും അത് ശ്രവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തിക്കൊണ്ട് അതിന് സാക്ഷ്യം നൽകിക്കൊണ്ട് അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ തന്നെ വിശുദ്ധീകരിക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാൽ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് വിശ്വാസത്തോടുകൂടെ, ആഴമേറിയ വിശ്വാസത്തോടുകൂടെ സജീവനായ, ഉദ്ധിതനായ, എന്നും ജീവിക്കുന്ന ഈശോ സംസാരിച്ച ആ ഒരു തിരുവചനം, എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കൽപ്പുള്ള ആ ഒരു തിരുവചനം എൻ്റെ ഉള്ളിലോട്ട് കടന്നു വരുവാനും അങ്ങനെ എൻ്റെ ഉള്ളിലെ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാൻ എല്ലാവിധത്തിലുമുള്ള ദുഷ്ടപ്രവൃത്തികളും ദുഷ്ടവിചാരങ്ങളും അശുദ്ധമായ ചിന്തകളും ദൈവനീതിക്കെതിരായിട്ടുള്ള ചിന്തകളുമൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ബുദ്ധിയിൽ നിന്നും മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആ ഒരു സ്നേഹം നിറയുന്നത് അനുഭവിച്ചുകൊണ്ട് ഈശോ എന്നെ വചനത്തിലൂടെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാനായി ആഗ്രഹിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് ഇന്നത്തെ സുവിശേഷം നമുക്ക് വായിച്ച് ധ്യാനിക്കാം.
വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 23-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അന്ധരായ മാർഗദർശികളെ, കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെടിപ്പാക്കുന്നു, എന്നാൽ അവയുടെ ഉള്ള് കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അന്ധനായ ഫരിസേയ, പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം കൂടി ശുദ്ധിയാക്കാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധിയാക്കുക. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശരാണ്. അവ പുറമെ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദിവ്യകാരുണ്യീശോയുടെ സന്നിധിയിൽ ശാന്തമായി നമുക്ക് ഇരുന്നു കൊണ്ട് നമ്മൾ വായിച്ചു കേട്ട ആ ഒരു സുവിശേഷ ഭാഗം നമ്മുടെ ജീവിതത്തിലോട്ട് പകർത്തുവാനായിട്ട് നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കുവാൻ, അതിൽ നിന്നും ഈശോ എന്നോട് ജീവിതത്തിൽ ഏതു തരത്തിലുള്ള മാറ്റമാണ് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുവാൻ, തിരുവചനമായതുകൊണ്ട്, ഈശോയുടെ വചനമായതുകൊണ്ട്, ഇന്നും ജീവിക്കുന്നവൻ്റെ വചനമായതുകൊണ്ട് എനിക്കതിനെ തള്ളിക്കളയുവാനോ എനിക്കതിനെ ന്യായീകരിക്കുവാനോ സാധിക്കുകയില്ല. കാരണം മൺമറഞ്ഞു പോയവരുടെ വാക്കുകളൊക്കെ മഹത്വചനങ്ങളായി എഴുതി വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവർക്കൊരിക്കലും അത് എപ്രകാരമാണ് അവരുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ സത്യദൈവമായ ഈശോയുടെ തിരുവചനം അത് കേട്ടിട്ട് അതനുസരിക്കുന്നില്ലെങ്കിൽ ജീവിക്കുന്ന ദൈവമായ ഈശോയ്ക്ക് അത് മനസ്സിലാക്കാൻ എത്രയോ എളുപ്പമാണ് എന്നോർത്തുകൊണ്ടാണ് നമ്മൾ ഓരോ തിരുവചനവും കേൾക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യേണ്ടത്. ഞാൻ കേട്ടുപോയി, ഞാൻ കേട്ട വചനം എൻ്റെ ജീവിതത്തിൽ ഞാനത് അന്വർത്ഥമാക്കിയില്ലെങ്കിൽ ഈശോയ്ക്ക് അതെങ്ങനെയായിരിക്കും അതിനോട് ഇഷ്ടപ്പെടുക? നമ്മൾ മാതാപിതാക്കൾ നല്ലൊരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യാനായി എനിക്ക് സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഒരു മാതാവിനും പിതാവിനും ഉണ്ടാകുന്ന വിഷമം നമുക്കറിയാം. കാരണം അവർ ജീവനോടെ ഇരിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു അവബോധത്തിലോട്ടാണ് നമ്മൾ വളരേണ്ടത്. നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴും അത് ജീവനുള്ള വചനമാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണെന്ന് ഓർത്തുകൊണ്ടാണ് അതിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്കതിനോട് വളരെ നല്ല രീതിയിൽ, എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഞാൻ അതിനോട് പ്രതികരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്ര കഠിനമായ വചനങ്ങളാണെങ്കിലും അത് ജീവനുള്ള വചനവും ജീവിക്കുന്നവൻ്റെ വചനവുമാണെന്ന് നമ്മൾ ഒരു ബോധ്യത്തിലോട്ട് കടന്നു വരണം. അതുകൊണ്ട് ഇത് പറഞ്ഞവൻ ഇന്നും ജീവിക്കുന്നു, അവനിത് കേൾക്കുന്നു, അവൻ എൻ്റെ ജീവിതം കാണുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ ഇപ്രകാരമാണ്. ബൈബിൾ വചനങ്ങളെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം എൻ്റെ ആശയങ്ങളോട് ബൈബിൾ വചനത്തെ ഞാൻ ന്യായീകരിക്കുവാനും അല്ലെങ്കിൽ എൻ്റെ ജീവിതപ്രകാരം അതിനെ വളച്ചൊടിക്കുവാനുമാണ് പരിശ്രമിക്കുന്നത്. അവിടെ മാനസാന്തരമില്ല. മാനസാന്തരമുള്ളത് വചനത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോഴാണ്. വചനത്തോട് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ തീരുമാനമെടുക്കുകയാണ്, ഈ വചനത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റിക്കൊള്ളാം. അല്ലാതെ വചനം എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ അത് ഞാൻ വചനത്തെ എൻ്റേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പ്രാവശ്യം
പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഡു നോട്ട് ടെയിം ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ മെരുക്കരുത്. നമ്മൾ മൃഗങ്ങളെയൊക്കെ മെരുക്കിയെടുക്കും നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ജോലികൾ ചെയ്യുവാൻ, നമ്മൾ ആഗ്രഹിക്കുന്നിടത്തോട്ട് പോകുവാൻ, നമ്മൾ അതിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ അത് കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് അതിനെ മെരുക്കിയെടുക്കും. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മെരുക്കിയെടുക്കുന്ന മൃഗങ്ങളുണ്ട്, ഡൊമസ്റ്റിക് ആനിമൽസ്. അതുകൊണ്ട് അപ്രകാരം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ വചനങ്ങളെയാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങളെയാണെങ്കിലും നമ്മൾ ഓർത്തെടുക്കേണ്ടത് ഇപ്രകാരം, പ്രോംപ്റ്റിങ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അതുപോലെ തന്നെ വേർഡ് ഓഫ് ഗോഡ്. അതിനെ നമ്മൾ മെരുക്കാനോ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ കൊണ്ടുപോകുവാനോ അല്ല ഞാൻ ശ്രമിക്കേണ്ടത്. മറിച്ച് എൻ്റെ ജീവിതത്തെ വിശുദ്ധ ഗ്രന്ഥത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തെയാണ് ഞാൻ ചിസൽ ചെയ്തുകൊണ്ട്, ഞാൻ വേണ്ടാത്തതെല്ലാം മാറ്റിക്കൊണ്ട് ആ വിശുദ്ധ ഗ്രന്ഥത്തിനനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് ഞാൻ പരിശ്രമിക്കേണ്ടത്. ഇന്നത്തെ വചനം വളരെ കഠിനമാണ്. അതുകൊണ്ടാണ് ഇത്രയും ആമുഖം അതിന് പറയുക. കാരണം നമ്മളതിന് തയ്യാറാകുന്നുണ്ടോ എന്നതനുസരിച്ച് മാത്രമേ നമ്മളിതിൻ്റെ ഇനി ബാക്കി ഭാഗത്തോട്ട് കടക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു നിമിഷം ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓർക്കുക, ഈശോയാണെങ്കിലും പറഞ്ഞിട്ടുള്ള വചനം ഇതാണ്, എൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കുന്നവരും അവരാണ് എൻ്റെ അമ്മയും സഹോദരരും. അത്രമാത്രം ഈശോ നമ്മളെ, അല്ലെങ്കിൽ വചനം അനുസരിച്ച് കേട്ട് അനുസരിച്ച് ജീവിക്കുന്നവരെ അത്രമാത്രം കരുതുന്നു, സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്രകാരമുള്ള ഒരു വളർച്ചയിലോട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തിരുവചനത്തെ നമ്മൾ ധ്യാനിക്കുക. ഇവിടെ ഫരിസേയരെയും നിയമജ്ഞരെയും ഈശോ ശക്തമായ ഭാഷയിൽ ഇവിടെ വിമർശിക്കുകയാണ്. ഈ ഒരു ഭാഷ ഒരുപക്ഷെ അന്നത്തെ കാലത്തെ ഏറ്റവും കഠിനമായൊരു ഭാഷയായിരിക്കും. നമ്മൾ മലയാളത്തിലൊക്കെ അത് കേൾക്കുമ്പോൾ നമുക്ക് അത്രയൊന്നും തോന്നില്ല. എന്നാൽ വളരെ ഡയറക്റ്റായിട്ട് ഈശോ പറയുകയാണ്, കപട നാട്യക്കാരെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം, എത്ര പ്രാവശ്യമാണ് ഉപയോഗിക്കുന്നത്, കപട നാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, വീണ്ടും കപട നാട്യക്കാരായ നിയമജ്ഞരെ, മൂന്നാമത് വീണ്ടും കപട നാട്യക്കാരായ നിയമജ്ഞരെ, 3 പ്രാവശ്യം പേരെടുത്ത് വിളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ വായിച്ച ഭാഗം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെയും കപട നാട്യക്കാർ. അതായത് ഈശോ വീണ്ടും വീണ്ടും ഓരോ ഉദാഹരണം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ കപട നാട്യക്കാരാണ്. അതിന് ഉദാഹരണവും പറയുന്നുണ്ട്. കാരണം ഈശോ കണ്ട കാര്യങ്ങൾ ഈശോ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഈശോ അത്രമാത്രം അതിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു ഉള്ളിലുള്ള വികാരം ഈശോ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഏറ്റവും കൂടുതലായി ദൈവം ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ കപടനാട്യം, ഹിപ്പോക്രസി, അല്ലെങ്കിൽ മറ്റു പലതും മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുക. നമ്മൾ മാസ്കൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്ന കാലമാണിപ്പോൾ. ഈ COVID-19 അതിനെ നേരിടുവാൻ വേണ്ടി മാസ്കിനെ കുറിച്ചൊക്കെ നമ്മൾ അതിൻ്റെ ചരിത്രമെടുത്ത് പഠിക്കുകയാണെങ്കിൽ മനസ്സിലാകും. ഗ്രീക്കുകാർ അവരുടെ നാടകങ്ങളിലൊക്കെ ഒരു വ്യക്തി തന്നെ പല റോളുകൾ എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ അവരുപയോഗിച്ചിരുന്നതാണ് ഈ മാസ്ക്. ഒരു വ്യക്തിക്ക് തന്നെ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി അവതരിപ്പിക്കുവാൻ മാസ്ക് മതിയായിരുന്നു. മാസ്ക് നമ്മൾ അണിയുന്ന മാസ്കിനേക്കാളും കൂടുതൽ എത്രയോ മാസ്കുകൾ നമ്മൾ ജീവിതത്തിൽ ഒരുപക്ഷെ അണിയുന്നവരായിരിക്കാം. ഇതാണ് നമ്മളിവിടെ ധ്യാന വിഷയമാക്കേണ്ടത്. ഈശോ നിയമജ്ഞരെയും ഫരിസേയരെയും കർശനമായി വിമർശിച്ചത് അവരുടെ കപടനാട്യത്തെക്കുറിച്ചാണ്. അവരുടെ ഇങ്ങനെ വേറെ വേറെയുള്ള മാസ്കുകൾ അവർ ജീവിതത്തിൽ അണിയുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ യഥാർത്ഥ പേഴ്സണാലിറ്റി അല്ല നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമല്ല എൻ്റെ മുമ്പിൽ കാണിക്കുന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ കാണിക്കുന്നത് എന്നുള്ളത് ശക്തമായും നിശിതമായും എതിർത്തുകൊണ്ട് ഈശോ വിമർശിക്കുകയാണ്. ഇതുതന്നെയാണ് നമ്മളോടും ഈശോ ആവശ്യപ്പെടുന്നത്. ഒറ്റവാക്കിൽ പറയുവാണെങ്കിൽ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട വിഷയം ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒരു ഹിപ്പോക്രൈറ്റ് ആണോ? ഞാൻ കപടനാട്യക്കാരനാണോ? എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഞാൻ എത്ര മാസ്കാണ് ധരിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ ആ കുടുംബത്തിനറിയാത്ത കുറേ രഹസ്യങ്ങൾ ഞാൻ കരുതിക്കൂട്ടി വെക്കുന്ന ഒരു അംഗമാണോ? വീണ്ടും സമൂഹത്തിൽ ഞാൻ മാസ്ക് അണിഞ്ഞുകൊണ്ടാണോ പ്രത്യക്ഷപ്പെടുന്നത്? ജോലിസ്ഥലത്ത് എനിക്കൊരു മാസ്ക്, എനിക്കൊരു മുഖം, സൊസൈറ്റിയിൽ വരുമ്പോൾ എനിക്ക് വേറൊരു മുഖം,
കുടുംബത്തിൽ വേറൊരു മുഖം, അങ്ങനെയൊക്കെ. ഇനി ദേവാലയത്തിൽ വരുമ്പോൾ അവിടെ വേറൊരു മുഖം. അങ്ങനെ പല മാസ്കുകൾ അണിഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണോ ചെയ്യുന്നത്? അപ്രകാരം ഉള്ള ഒരു വ്യക്തിയാണോ ഞാനെന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈശോ വളരെ കാര്യങ്ങൾ ഇവിടെ വിമർശിക്കുന്നതെല്ലാം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ ചെയ്യേണ്ട നന്മ ചെയ്യാതെ അതിൽ നിന്നൊക്കെ ചില കുറുക്കുവഴികൾ കണ്ടെത്തിക്കൊണ്ട് ചെയ്തു തീർത്തു എന്ന് ഭാവിച്ചുകൊണ്ട് നിങ്ങൾ കടന്നു പോകുന്നു. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്താണെങ്കിലും പരിശോധിക്കേണ്ടത്. പെസഹ വ്യാഴാഴ്ച നൽകിയ ഒരു സന്ദേശത്തിൽ ഇപ്രകാരം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ ലോക്ക്ഡൗൺ പരസ്പരം എല്ലാവരും കുടുംബത്തിൽ ഒന്ന് മനസ്സിലാക്കുവാൻ, ഒരുപക്ഷെ ഓരോ വ്യക്തിയുടെ രഹസ്യങ്ങൾ പോലും പുറത്താകുവാനുള്ള ഒരു സമയമാണ് ഈ ലോക്ക്ഡൗൺ. അല്ലെങ്കിൽ മാസ്കുകളൊക്കെ അഴിഞ്ഞു വീഴുന്ന സമയമാകും ഈ ലോക്ക്ഡൗൺ. കാരണം കുറേ 2 മാസമായി നിരന്തരം ഇതിന് പുറത്തിറങ്ങാതെ ഒരു ഭവനത്തിൽ തന്നെ 4 ചുവരുകൾക്കുള്ളിൽ തന്നെ ഒരു കുടുംബം മുഴുവൻ ഇരിക്കുകയാണ്. അവർക്കിടയിൽ ഇനി അധികം ഒന്നും രഹസ്യങ്ങളൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. അവർ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും അറിയാതെ വെളിപ്പെടുന്ന സമയമായി തീരും. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് തന്നെയാണ്, ദൈവത്തിൻ്റെ മുമ്പിലും എൻ്റെ ജീവിത പങ്കാളിയുടെ മുമ്പിലും മക്കളുടെ മുമ്പിലും മാതാപിതാക്കളുടെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലുമൊക്കെ ഞാനിങ്ങനെ ആത്മാർത്ഥതയില്ലാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നുറുങ്ങുവിദ്യയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കടന്നു പോകുന്ന വ്യക്തികളാണോ? ചിലപ്പോൾ എല്ലായിടത്തും നല്ല മുഖം കാണിച്ച് പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരിക്കലും ഒരു ആത്മാർത്ഥതയോടെ ചെയ്യാത്ത ഒരു വ്യക്തിയായി ആണോ ഞാൻ നിലനിൽക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആത്മശോധന ചെയ്യേണ്ട സമയമാണിത്. നമുക്ക് കുറച്ചുകൂടെ നന്നാകേണ്ട അവസരമാണിത്. ഈശോ വളരെ ശക്തമായ ഭാഷയിലാണ് ഓരോന്നും പറയുന്നത്. അതായത് ബാഹ്യമായ മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടും നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് പുറത്തൊക്കെ നല്ല മതിപ്പായിരിക്കും, നല്ല വ്യക്തി, നല്ല രീതിയിൽ പെരുമാറുന്ന വ്യക്തി, നല്ലപോലെ സംസാരിക്കുന്ന വ്യക്തി, നല്ലപോലെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന വ്യക്തി. പക്ഷെ കുടുംബത്തിൽ ഞാൻ ഒരിക്കലും സ്നേഹവും കരുണയും ഇല്ലാത്ത വ്യക്തിയാണ്, ജീവിത പങ്കാളിയും മക്കളെയും മനസ്സിലാകാത്ത വ്യക്തിയാണെങ്കിൽ ഞാനൊരു കപട നാട്യക്കാരനാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജോലിക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊന്നും അറിയാതെ എന്നാൽ പണം കൊടുത്തുകൊണ്ട് മാത്രം അത് മതി എന്ന് ജീവിക്കുമ്പോഴും നമ്മൾ യഥാർത്ഥ ആ ഒരു ദൗത്യത്തിൽ നിന്നും മാറിപ്പോകുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളതാണ്. നമ്മൾ ബാഹ്യമായ വിശുദ്ധിയും ആന്തരികമായ വിശുദ്ധിയെക്കുറിച്ചൊക്കെ കണ്ടപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ആ ഉള്ളിൽ നിന്നാണ് എല്ലാ തിന്മകളും വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ മൊറാലിറ്റിയുടെയൊക്കെ ബേസിക്കായിട്ട് അടിസ്ഥാനമായിട്ട് കിടക്കുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ ആ ഒരു മനോവികാരങ്ങളാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഒരു പ്രവൃത്തി തിന്മയാകുന്നതിന് മുമ്പേ അത് ഹൃദയത്തിൽ തിന്മയായി ഞാനതിനെ രൂപീകരിച്ചു കഴിഞ്ഞു, അതിന് സമ്മതം കൊടുത്തു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. നമ്മുടെ എല്ലാ മേഖലകളെയും നമ്മൾ ഓർക്കണം. നമ്മുടെ ജോലിയുടെ മേഖലകളെ നമ്മൾ ഓർക്കണം, ബിസിനസ്സിൻ്റെ മേഖലകളെ ഓർക്കണം, പഠിക്കുന്ന മേഖലകളെ ഓർക്കണം. ഇവിടെയൊക്കെ ഞാൻ എന്ന വ്യക്തി എപ്രകാരമാണ് അവിടെയൊക്കെ ആയിരിക്കുന്നത്? അവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മളെ തന്നെ അവിടെ കൊടുക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് അവിടെ നമ്മളെ തന്നെ പ്രദർശിപ്പിക്കുന്നത്? നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിൽ എങ്ങനെയാണ്? അധ്യാപകരുടെ മുമ്പിൽ എങ്ങനെയാണ്? കൂടെ വർക്ക് ചെയ്യുന്നവരുടെ മുമ്പിൽ എങ്ങനെയാണ്? അവിടെയൊക്കെ നമ്മൾ ഈ ഒരു ക്രൈസ്തവമായ രീതിയിൽ എൻ്റെ അകവും പുറവും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ആ ഒരു ചോദ്യം മാത്രമാണ് നമ്മൾ ഇന്ന് ചോദിക്കേണ്ടത്. മനുഷ്യരുടെ മുമ്പിൽ ബാഹ്യമായ രീതിയിൽ നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. ആ 2 വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഒന്ന് കാപട്യം, അത് ആത്മാർത്ഥതയില്ലാതെ എന്തൊക്കെയോ കാണിക്കുന്നത്. വീണ്ടും അനീതി, മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും കൊടുക്കാതെ ചെയ്യാതെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതെയൊക്കെ ഞാൻ ജീവിക്കുന്നു. എന്നാൽ ഞാൻ പുറത്ത് എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നവനായി ഞാൻ എന്നെ തന്നെ കാണിക്കുന്നു. ഞാൻ
എല്ലാം ആത്മാർത്ഥതയുണ്ട് എന്ന രീതിയിൽ ഞാൻ കാണിക്കുന്നു എന്ന രീതിയിൽ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭക്താഭ്യാസങ്ങളെ നമുക്കെടുക്കാം, നമ്മുടെ പ്രാർത്ഥനയെ നമുക്കെടുക്കാം, നമ്മുടെ കുർബാനയെ നമുക്കെടുക്കാം, നമ്മുടെ വചന വായനയെ നമുക്കെടുക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും ഓരോ മേഖലകളെയും നമുക്കെടുക്കാം. കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെ എടുക്കാം. അവിടെ കുടുംബത്തോടുള്ള വിശ്വസ്തതയിൽ ഏതെങ്കിലും കാപട്യം എനിക്കുണ്ടോ, അല്ലെങ്കിൽ അനീതിയുണ്ടോ? അനീതി എന്ന് പറയുമ്പോൾ കുടുംബത്തിന് കൊടുക്കേണ്ട സ്നേഹം, കുടുംബത്തിന് കൊടുക്കേണ്ട സമയം, കുടുംബത്തിന് കൊടുക്കേണ്ട ആദരവ്, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം, മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം, മക്കൾക്ക് കൊടുക്കേണ്ട പരിഗണന, പണം മാത്രമല്ല നമ്മൾ കൊടുക്കേണ്ടതെന്ന് ഓർക്കും. അതുകൊണ്ട് ഉള്ളിൽ അനീതിയുള്ളവരെ ഈശോ ഇത്രമാത്രം ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്, ഈ കുടുംബത്തെ ഒന്ന് സ്വർഗമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ വേളയിൽ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്: കുടുംബത്തിന് ഞാൻ ആവശ്യമായ സ്നേഹവും സമയവും കൊടുക്കുന്നുണ്ടോ? ഇതാണ് ജോലിയും ബിസിനസ്സും മാത്രം ചെയ്യുന്നവർ, അല്ലെങ്കിൽ അത് മാത്രമാണ് എല്ലാം എന്ന് കരുതുന്നവർക്കൊക്കെ ജീവിതത്തിൽ വരുന്ന പാളിച്ചകളിൽ പ്രധാനം ഇതാണ്. ഇവിടെ ഒരു വീട്ടിൽ സ്നേഹം കൊതിക്കുന്ന ജീവിത പങ്കാളി ഉണ്ടെന്നോ, സ്നേഹനിർഭരമായ സമയം മാതാപിതാക്കളോടൊത്ത് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെന്നോ ഉള്ള ആ ഒരു ചിന്തയൊക്കെ വിട്ടുപോയി കുടുംബത്തിനു വേണ്ടി സമ്പാദിച്ചാൽ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരും ഇതൊന്ന് ആലോചിക്കേണ്ടതാണ്. കാരണം ഈശോ പറയുന്ന രണ്ട് കാര്യങ്ങൾ: പുറമേ ബാഹ്യമായ രീതിയിൽ നിങ്ങൾ നല്ലവരായി കാണപ്പെടുന്നു, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ കാപട്യവും അനീതിയുമാണ്. അതുകൊണ്ട് നമ്മൾ കുടുംബത്തിൽ കാപട്യമുള്ളവരാണോ? സമൂഹത്തിൻ്റെ മുമ്പിൽ കാപട്യമുള്ളവരാണോ? ദൈവത്തിൻ്റെ മുമ്പിൽ കാപട്യമുള്ളവരാണോ? നമുക്ക് ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നവർ, അല്ലെ എൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരോട് അനീതി പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ ഞാൻ? അവർക്ക് നീതിയായി ലഭിക്കേണ്ടതിന് എല്ലാ അവകാശങ്ങൾക്കും ഞാൻ നിലനിൽക്കുകയും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ? കുടുംബത്തോട് ഞാൻ നീതി പുലർത്തുന്നുണ്ടോ? നീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗീവ് ഹിസ് ഓർ ഹെർ ഓൺ ഡ്യൂ. അവന് അവൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക എന്നുള്ളതാണ്. അർഹതപ്പെട്ട സമയം, ആദരവ്, സ്നേഹം, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടോ കുടുംബത്തിൽ എന്നുള്ളതും നമുക്ക് മൗനമായി ഈശോയുടെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ധ്യാനിക്കാം. ഈശോ അന്ന് ഫരിസേയരും നിയമജ്ഞരുമാണ് ഒത്തിരിയേറെ കാപട്യവും അനീതിയും നിറഞ്ഞ വ്യക്തികളായി കണ്ടത്. കാരണം അവർ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ അതിലൊരു തരി പോലും ആത്മാർത്ഥതയില്ലായിരുന്നു. പാവങ്ങളെ സഹായിക്കാൻ ചെറുവിരൽ പോലും അവർ അനക്കിയിരുന്നില്ല എന്ന് ഈശോ കണ്ട കാര്യം ഈശോ വിളിച്ചു പറയുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന വ്യർത്ഥമായിരുന്നു, വ്യർത്ഥ ഭാഷണങ്ങളായിരുന്നു എന്ന് ഈശോ ശക്തമായി പറയുന്നു. പ്രാർത്ഥിക്കുന്നത് കാണുവാൻ അവർ തെരുവുകളിൽ ഇറങ്ങി നിന്ന് പ്രാർത്ഥിച്ചു. ദാനം കൊടുക്കുന്നത് കാണുവാൻ അവർ പെരുമ്പറ മുഴക്കി. അവർ ഉപവസിക്കുന്ന മറ്റുള്ളവർ കാണുവാൻ അവർ ചാരം പൂശി മുഖം വികൃതമാക്കി എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിശ്ചയമായും 100 തവണ 100% ഈശോ അവരെ വിമർശിക്കുന്നതിന് കാരണം അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം പരസ്യമായിരുന്നു എന്നുള്ളതാണ്. പുറമേ അവർ നല്ല മനുഷ്യരായി കാണപ്പെട്ടിരുന്നു, പക്ഷേ അവരുടെ അകം ശവക്കുഴി പോലെ കാപട്യവും അനീതിയും നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താം. നമ്മുടെ ഉള്ളിലുള്ളത് അറിയുന്നത് 2 വ്യക്തികൾക്കാണ്. എൻ്റെ ഉള്ളറിയുന്നത് 2 വ്യക്തികൾക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എന്നെ തന്നെ എനിക്ക് വഞ്ചിക്കാനായിട്ട് പറ്റിക്കാനായിട്ട് സാധിക്കുകയില്ല, ദൈവത്തെയും പറ്റിക്കാനായിട്ട് സാധിക്കില്ല. യു കൻ നോട്ട് ചീറ്റ് ഗോഡ് ആൻഡ് യുവർ സെൽഫ്. കാരണം സത്യമെല്ലാം, നിന്നെക്കുറിച്ചുള്ളതെല്ലാം നിനക്ക് അറിയാം. നീ ചെയ്യുന്ന കാര്യങ്ങളും നിൻ്റെ കാപട്യവും നിൻ്റെ അനീതിയും നിൻ്റെ കുറവുകളും നിൻ്റെ നന്മകളും നിൻ്റെ ദുഷ്ടതയും നിൻ്റെ നല്ല പ്രവൃത്തികളും എല്ലാം നിനക്കറിയാം. അതുപോലെ തന്നെ ദൈവത്തിനും അറിയാം. സോ യു കൻ നോട്ട് ചീറ്റ് യുവർ സെൽഫ് ആൻഡ് ഗോഡ്. ദൈവത്തെയും നിനക്ക് വഞ്ചിക്കാനായിട്ട് സാധിക്കുകയില്ല, പറ്റിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തോട് നിനക്ക് നുണ പറയാൻ പറ്റില്ല, നിന്നോടും നിനക്ക് നുണ പറയാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഏകമായിരുന്നു കൊണ്ട്, ഏകാഗ്രതയോടുകൂടെ ഈശോയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുക. ഞാൻ കപടതയുള്ള വ്യക്തിയാണോ, അനീതിയുള്ള വ്യക്തിയാണോ? കുടുംബത്തിൻ്റെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ, ഈ 3 മേഖലകളിൽ എനിക്ക് കാപട്യം ഞാൻ കാണിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ അനീതിയും. എൻ്റെ കുടുംബത്തോട് സമയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെയൊക്കെ രീതിയിൽ, ആദരത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഞാൻ അനീതി കാണിക്കുന്നുണ്ടോ?
എൻ്റെ സമൂഹത്തിലും ജോലി ചെയ്യുന്നവരോടുമൊക്കെ അനീതി കാണിക്കുന്നുണ്ടോ, അത് നീതിയായി പ്രവർത്തിക്കുവാനുള്ള കൃപയാണ്, ശക്തിയാണ് ദൈവം തിരുവചനത്തിലൂടെ നമുക്ക് നൽകുന്നത് എന്നോർക്കാം. ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമ്മൾ ഈ തിരുവചനത്തിനനുസരിച്ച് മാറാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേ വചനം വായിക്കാവൂ. അതുകൊണ്ടാണ് എന്നിലുള്ള കുറവുകളെ തിരുവചനം കാണിച്ചു തരും. ഈശോയുടെ മുമ്പിലിരുന്ന് ധ്യാനിക്കുമ്പോൾ ഈശോ അത് പറഞ്ഞു തരും. ഈശോ ഇപ്പോൾ എന്നെ ഓർപ്പിച്ച് ഈ 2 കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല തീരുമാനമെടുക്കാൻ സാധിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. ഓരോ തിന്മകളിൽ നിന്നും, ഓരോ കുറവുകളിൽ നിന്നും ഞാൻ പുറത്തു വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു റിഫൈൻഡ് പേഴ്സണായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ തിരുവചനത്തിൽ കേട്ട പ്രകാരം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, കുറച്ചുകൂടെ എൻ്റെ കുറവുകളെ, ഇപ്രകാരമുള്ള കപടതയുടെയും അനീതിയുടെയും തിന്മകളെ എൻ്റെ ഉള്ളിൽ നിന്നും മാറ്റുവാൻ, അവിടെ ആത്മാർത്ഥതയും സ്നേഹവും നീതിയും നിറയ്ക്കുവാൻ നീ കൃപയാകണമേ. ഈശോയുടെ സന്നിധിയിൽ അല്പസമയം മൗനമായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് മാനസാന്തരത്തിനായി കണ്ണുനീരോടെ ആത്മാർത്ഥതയോടെ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ അറിയുന്ന, എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന, എനിക്കൊരിക്കലും വഞ്ചിക്കാൻ കഴിയാത്ത എൻ്റെ ഈശോയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇത്രയും നേരം ശാന്തമായിരുന്നു കൊണ്ട് ഈ വചനം കേൾക്കുവാൻ എന്നെ സഹായിച്ച ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ എന്നോട് മന്ത്രിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നന്ദി പറയാം. ഈശോയുടെ സന്നിധിയിൽ നമ്മൾ മാനസാന്തരം നൽകണമേ എന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടെ എൻ്റെ ഹൃദയത്തിലുള്ള കപടതയും കാപട്യവും അനീതിയുമൊക്കെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, കുടുംബത്തിന് നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ഈശോയുടെ സംരക്ഷണം യാചിച്ചുകൊണ്ട് ഇടവകയും ഇടവകയുടെ എല്ലാ ആത്മീയവും ഭൗതികവുമായ എല്ലാ പ്രവർത്തനങ്ങളെയും തിരുമുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും